ഇപ്പോൾ നമ്മൾ മെച്ചപ്പെട്ട രീതിയിലൊരു ചൈന ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സ്റ്റിൽ അതൊരു കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്, ടൊട്ടാലിറ്റേറിയൻ ഭരണം തന്നെയാണ്. ടൊട്ടാലിറ്റേറിയൻ ഭരണവും അതിനകത്ത് എന്തെങ്കിലും ഡെമോക്രസി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരു എടുത്തു പറയത്തക്ക ഡെമോക്രസി ഇല്ലാത്ത ഭരണം തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാർ തിരിച്ചു വന്ന് ഡെമോക്രസിയെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു സ്റ്റുഡൻസിൻ്റെ പ്രത്യേകിച്ച് പീക്കിംഗ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വലിയൊരു റിവോൾട്ട് തന്നെയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വലിയൊരു റിവോൾട്ട് തന്നെയാണ്. അന്നത്തെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ഒരു ഡെമോക്രസിയിലേക്ക് പോകുമ്പോൾ രാജ്യം തകരുമെന്നോ അല്ലെങ്കിൽ ബാക്കി രാജ്യങ്ങളൊക്കെ അവർ കടന്നാക്രമിക്കുമെന്നോ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകുമെന്നോ ഇങ്ങനെയുള്ള വളരെ വലിയ ആകുലതകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആകുലതയെ അവർ മറികടന്നത് വീണ്ടും അടച്ചിട്ട് കൊണ്ട് തന്നെയാണ്. ടിയനൻമെൻ സ്ക്വയറിൽ ആ ഒരു സാമൂഹിക 89 ഒരു വിഷയമാണിത്. അതിൻ്റെ പിന്നിലുണ്ടാവുന്ന മാവോ സേതുങ്ങിൻ്റെ ഈ പറയുന്ന വിപ്ലവമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ക്ലെൻസിങ് പരിപാടിയൊക്കെ ഇതൊക്കെ വന്നിട്ട് അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ശ്രമവും അത് പരാജയപ്പെടുകയും അതിനുശേഷം രാജ്യം മൊത്തമായിട്ടൊരു എക്കണോമിക്കായിട്ട് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്ക അവസ്ഥയിലേക്ക് പോവുകയും കാർഷിക രംഗം മുഴുവൻ കർഷകർക്ക് ഈ പറഞ്ഞ കൃഷി ചെയ്യാൻ പറ്റാതാവുകയും ഭക്ഷണ ദൗർലഭ്യം, ജോലിയില്ലാതിരിക്കുക, തൊഴിലില്ലായ്മ ഇതെല്ലാം അതിരൂക്ഷമായി വരുന്ന കാലഘട്ടത്തിലാണ് വാസ്തവത്തിൽ ഡെൻ സിയാപിങ്ങിൻ്റെ നേതൃത്വത്തിൽ അതിന് ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ മെച്ചപ്പെട്ട രീതിയിലൊരു ചൈന ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സ്റ്റിൽ അതൊരു കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്, ടൊട്ടാലിറ്റേറിയൻ ഭരണം തന്നെയാണ്. ടൊട്ടാലിറ്റേറിയൻ ഭരണവും അതിനകത്ത് എന്തെങ്കിലും ഡെമോക്രസി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരു എടുത്തു പറയത്തക്ക ഡെമോക്രസി ഇല്ലാത്ത ഭരണം തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ അതിനകത്ത് റിഫോംസ് അന്നത്തെ ഒരു ഓപ്പണിംഗ് അപ്പ് റിഫോംസ് കുറച്ച് ഭാഗങ്ങളെങ്കിലുമൊക്കെ പ്രൈവറ്റൈസ് ചെയ്യുകയും ലിബറലൈസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന മൂവ്മെൻറ്റ് ഒരു പക്ഷേ ആ സമയത്ത് ആൾക്കാരിലുണ്ടാക്കിയിട്ടുള്ള ബഹുഭൂരിപക്ഷ സ്ഥലങ്ങളും ആൾക്കാരുമൊക്കെ ഈ പറയുന്ന ഓപ്പൺ സ്പേസിന് പുറത്ത് നിൽക്കുകയും ഓപ്പൺ സ്പേസിനുള്ള ആൾക്കാർക്ക് മാത്രം അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഡ്യുവൽ സിസ്റ്റമാണ് ഉണ്ടാകുന്നത്, ഇവോൾവ് ചെയ്യുന്നത്. അതിനകത്ത് അതിൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെ ഗുണം അനുഭവിക്കുന്ന വലിയൊരു കൂട്ടം ജനതയും മറുഭാഗത്ത് ബഹുഭൂരിപക്ഷം ജനതയും നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിയും മോശമായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് അതിൻ്റെ നേതാവ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അതിന് മുമ്പുണ്ടായിരുന്ന 2-3 പ്രതിവിപ്ലവങ്ങളെയൊക്കെ നേരിട്ട് അതിനെ കൈകാര്യം ചെയ്ത രീതി ശരിയല്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കുകയൊക്കെ ചെയ്തിട്ട് എന്ന് മാത്രമല്ല പുറത്തുനിന്ന് വന്നിട്ടുള്ള പല വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാർ തിരിച്ചു വന്ന് ഡെമോക്രസിയെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു സ്റ്റുഡൻസിൻ്റെ പ്രത്യേകിച്ച് പീക്കിംഗ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വലിയൊരു റിവോൾട്ട് തന്നെയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വലിയൊരു റിവോൾട്ട് തന്നെയാണ്. ഒരുപക്ഷെ ഈ ഇങ്ങനൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പൊട്ടിമുളച്ചപ്പോൾ അവർ ഈ ജനാധിപത്യത്തിനകത്ത് യാതൊരു പരിചയമില്ലാതിരിക്കുന്ന ഒരു ഗവൺമെൻറ് അവർ അന്താളിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവർക്കിത് എങ്ങനെ നേരിടണമെന്ന് അറിയില്ല. കാരണം ജനാധിപത്യപരമായിട്ടുള്ള സമരത്തിൽ ജനാധിപത്യപരമായി നേരിടാനുള്ള യാതൊരു പരിചയവും ഇല്ലാതിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. വളരെ ടോട്ടാലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു നിലപാടെടുക്കുമ്പോൾ അടിച്ചമർത്താൻ മാത്രമാണ് അതുള്ളത്. അത് ഏറ്റവും ചെറിയ രീതിയിൽ തന്നെ തുടങ്ങുന്ന അവസ്ഥയിൽ തന്നെ മുളയിലെ നുള്ളിക്കളയുക എന്നുള്ളത് ആണ് വാസ്തവത്തിൽ അവർ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് കുറച്ചങ്ങ് ലിബറലൈസ് ചെയ്യും, ഈ സമരങ്ങളെ അങ്ങ് കുറച്ചൊക്കെ പ്രോത്സാഹിപ്പിക്കുകയോ ഇല്ലെങ്കിൽ അതിനെ വളരാൻ അനുവദിക്കുകയോ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് വളരാൻ അനുവദിക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്നങ്ങ് ഫ്ലെയറപ്പ് ചെയ്യാണ്. ആ ഫ്ലെയറപ്പ് ചെയ്യുമ്പോൾ അതിന് ഒരു പരിധി കഴിയുമ്പോൾ അവർക്ക് നേരിടാൻ കഴിയുന്നില്ല.
ജനാധിപത്യമായി നേരിടാൻ കഴിയുന്നില്ല. അതേസമയം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ തീർത്തും അവർ എടുത്ത ആ തീരുമാനം ബാക്ക് ടു സ്ക്വയർ വണ്ണാണ്. ഒരു ഡെമോക്രസിയിലേക്ക് പോകുന്നതിന് പകരം വീണ്ടും വളരെ ടൈറ്റൻ അപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഒരു ടോട്ടാലിറ്റേറിയൻ ഗവൺമെൻറ്റിൻ്റെ എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് അതിലേക്ക് തന്നെ വീണ്ടും അത് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഡെൻ സിയാപിങ് അവസാനം എടുക്കുന്നത്. ആ ഒരു തീരുമാനം ദൗർഭാഗ്യകരം തന്നെയാണ്. അന്നത്തെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ഒരു ഡെമോക്രസിയിലേക്ക് പോകുമ്പോൾ രാജ്യം തകരുമെന്നോ അല്ലെങ്കിൽ ബാക്കി രാജ്യങ്ങളൊക്കെ അവർ കടന്നാക്രമിക്കുമെന്നോ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകുമെന്നോ ഇങ്ങനെയുള്ള വളരെ വലിയ ആകുലതകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആകുലതയെ അവർ മറികടന്നത് വീണ്ടും അടച്ചിട്ടുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ ചൈന എക്കണോമിക്കായിട്ട് വളരെ മുന്നോട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു ഡെമോക്രസി എന്നൊരു ജനാധിപത്യത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ വട്ടപൂജ്യം ആയിട്ട് ചൈനയിൽ അത് അവശേഷിക്കുന്നു എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാൻ പറ്റുന്നത്. മാത്രമല്ല അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡെമോക്രസിയുടെ ബോധം പോലും എന്താണെന്നുള്ളത് ബോധം പോലും അപ്രസക്തമായിരിക്കുന്നു. അവരുടെ മനസ്സുകളിൽ നിന്നൊക്കെ അതൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു. ദൈനംദിന ജീവിതവും അവരുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളുമൊക്കെ നന്നായി നടന്നു പോകണമെന്നും സ്കൂളിൽ പോകണമെന്നും ബാക്കിയുള്ള ഗവർണൻസ് ഒക്കെ നന്നായിരിക്കണമെന്നുള്ള ധാരണയുണ്ട്. ഗവൺമെൻറ്റൊക്കെ എക്കണോമിക്കായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം എല്ലാവർക്കും എത്തിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഏതാണ് ശരിയെന്നുള്ളത് തന്നെ ഒരു വേറെ ചർച്ചയാണ്. പക്ഷേ ജനാധിപത്യവാദികൾ എന്ന ഒരു രീതിയിലുള്ള നമ്മുടെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ്റെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം ചൈന ഇപ്പോഴും ഒരു വട്ടപൂജ്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.